എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള അവസരവും നാളെ അവസാനിക്കും. അപ്പോൾ ഈ ഒരു ഓണേഴ്സ് ബിരുദ ഏകജാല പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നിലവിൽ ഈ ഒരു MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/ugcap2024/index.jsp എന്നുള്ള വെബ് പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ഓഗസ്റ്റ് 12-ാം തീയതി വരെയാണ് ലഭ്യമായിരിക്കുക. മുൻ അലോട്ട്മെൻറ്റ് പട്ടികകളിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ വേക്കൻസിയാണ് ഉള്ളത് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാംസിൻ്റെയും സൈഡിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. സീറ്റ് വേക്കൻസി ഇല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല കോളേജിലും ഏകദേശം 2 ആ ഒരു രീതിയിലൊക്കെയാണ് വേക്കൻസി കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ഇൻ ഗ്രാഫിക്സ് ഡിസൈൻ അത് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അപ്പോൾ അതിൽ ഏകദേശം കുറേ സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. എക്കണോമിക്സിനും നല്ല രീതിയിൽ വേക്കൻസി കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലും BA ഇംഗ്ലീഷ് കോഴ്സിലും വേക്കൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത്. അവർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് F4 CAP ഫൈനൽ അലോട്ട്മെൻറ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേണ്ട ഓപ്ഷൻസ് നൽകാം. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, അപ്ലോഡ് സർട്ടിഫിക്കറ്റ്, ഫൈനൽ കൺഫർമേഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകും. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ലോഗിൻ ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകാനുള്ള ഭാഗമുണ്ട്. അവിടെ നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ അതിനുള്ള ലിങ്കും ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടണമെങ്കിൽ മാത്രമേ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്തവർ ഈ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള അതായത് 4 CAP ഫൈനൽ അലോട്ട്മെൻറ്റ് 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതായത് സെക്കൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ടാണ് പരിശോധിക്കാൻ സാധിക്കുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുകയും അതുപോലെ തന്നെ കോളേജിലെ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന വേക്കൻസി പരിശോധിച്ച് നിങ്ങളുടെ റാങ്കും അവിടുത്തെ വേക്കൻസിയും എത്രയാണെന്നുള്ളത് നോക്കുകയും നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫീസ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് എയ്ഡഡ് പ്രോഗ്രാംസ്, അൺഎയ്ഡഡ് പ്രോഗ്രാംസ് എന്നിങ്ങനെ 2 ലിങ്കുകളുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോഗ്രാംസിൻ്റെയും അതായത് ഓരോ കോഴ്സിനും എത്ര രൂപ വീതമാണ് ഫീസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഫൈനൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.